ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനഘ ഇസ്ലാൽ. അഞ്ചാലമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9 ബിയിൽ പഠിക്കുന്നു. ഹൈസ്കൂൾ മുതൽ മുൻപോട്ടുള്ള വിദ്യാർത്ഥികൾക്കായി ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് YIP യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരവും പ്രശ്നപരിഹാര കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മികച്ച അവസരമാണിത്. YIPയിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പരിചയപ്പെടാം. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓരോ ഘട്ടവും വളരെ ലളിതമായി ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുകയും ഓരോ സ്റ്റെപ്പും കൃത്യമായി ഫോളോ ചെയ്ത് YIPയിൽ രജിസ്റ്റർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഐഡിയ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യൂ. ഇതിനായി ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് yip.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. YIPയിൽ നിങ്ങൾ ആദ്യമായാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ കൊടുത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നെയിമും ഫോൺ നമ്പരും ജെൻഡർ, ഇമെയിൽ, വെരിഫൈ ചെയ്ത് വരുന്ന OTP അവിടെ കൊടുക്കണം. ഡിസ്ട്രിക്റ്റ്, അതുപോലെ സ്കൂൾ നെയിം, പിന്നെ ഒരു പാസ്വേഡും കൺഫേം പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ YIPയുടെ പാസ്വേഡും ഇമെയിലും കൊടുത്ത് സൈൻ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പേരുള്ള ഒരു പേജ് ഓപ്പണായി വരും. അപ്ഡേറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ, ഓണർ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറി, ഇൻസ്റ്റിറ്റ്യൂഷൻ സബ് കാറ്റഗറി, സെലക്ട് ഇയർ ഓഫ് സ്റ്റഡി, ഡിവിഷൻ, ഇയർ ഓഫ് ജോയിനിങ്, ടൈപ്പ് ഓഫ് പ്രൂഫ്, ചൂസ് ഫയൽ എന്നിവ കൊടുത്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ ചെയ്യുക. ID കാർഡിൻ്റെ പ്രൂഫ് കൊടുക്കുമ്പോൾ JPG എന്ന ഫോർമാറ്റിൽ നിന്നും PDF എന്ന ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ. ശേഷം സേവ് ഡ്രാഫ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് പ്രൊഫൈൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പഴയ നമ്മുടെ ഡാഷ്ബോർഡ് പേജ് ഓപ്പണായി വരും. അതിലെ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ക്ലിക്ക് ചെയ്ത് അവിടെ തന്നിരിക്കുന്ന വീഡിയോ കാണുക. ഐഡിയ സബ്മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിൽ ഒന്നാണ് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ. അതേവരും ശ്രദ്ധയോടെ കേൾക്കുക. ശേഷം കണ്ടിന്യൂ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ പഴയ പേജിലേക്ക് എത്തും. അവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ഗ്രൂപ്പ് നെയിം എന്ന ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു പേര് സജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു പേജിലേക്ക് നമ്മൾ എത്തും. പേജ് റിഫ്രഷ് ചെയ്ത് ഇൻവൈറ്റ് ടീം മെമ്പേഴ്സ് എന്ന് കൊടുത്ത് ആ ലിങ്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. ശേഷം ക്രിയേറ്റ് ഓർ ജോയിൻ ടീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജോയിൻ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ 2 പേർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പേജ് ഓപ്പണായി വരും. ഓരോ ഗ്രൂപ്പിൻ്റെയും ലീഡർ ആയിരിക്കണം ഐഡിയ സബ്മിറ്റ് ചെയ്യേണ്ടത്. സ്വന്തമായുള്ള ഐഡിയയോ അല്ലെങ്കിൽ പ്രോബ്ലം ഷെൽഫിൽ നിന്നുള്ള ഐഡിയയോ സബ്മിറ്റ് ചെയ്യുക. സ്വന്തമായി ഐഡിയ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. വിവിധ തരം പ്രശ്നങ്ങളുടെ ഒരു പട്ടികയാണ് പ്രോബ്ലം ഷെൽഫ്. അത് കണ്ടിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. പ്രോബ്ലം ഷെൽഫിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഐഡിയകളിൽ പകുതി ഡീറ്റെയിൽസും കൊടുത്തിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ലോജിക് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഐഡിയ ടൈറ്റിൽ, ഐഡിയ ഇമ്പോർട്ടൻസ്, ഐഡിയ ഇൻ പാരഗ്രാഫ്, ഐഡിയ അഡ്വാൻറ്റേജസ്, ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഐഡിയയുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേയുടെ പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കാം. അതുകഴിഞ്ഞ് നിങ്ങളുടെ ഫെസിലിറ്റേറ്ററിനെയും
മെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ഡ്രാഫ്റ്റ് കൊടുത്ത് സബ്മിറ്റ് ഐഡിയ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് PDF ആയി ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ടീമിലെ മറ്റംഗത്തിനും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഒരാൾക്ക് 2 ടീമിൻ്റെ ഭാഗമാകാൻ സാധിക്കും. ഒപ്പം 2 ഐഡിയ വരെ സബ്മിറ്റ് ചെയ്യാനും സാധിക്കും.